ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഉദ്യോഗപർവം ആരംഭം. ഓരോരോ കഥകൾ നീ ചൊന്നതു കേൾക്കുന്തോറും ആരോ മൽക്കിളിപ്പെണ്ണെ പാരമുണ്ടാനന്ദമോ. വീരന്മാരായ പാണ്ഡുജാതന്മാരെന്തു പിന്നെ ധീരതയോടു ചെയ്തതൊക്കെ നീ പറയണം. ഒക്കവേ പറവതിനൊട്ടുമേ കാലം പോരാ, സൽക്കഥയല്ലോ എന്നാലൊട്ടൊട്ടു പറഞ്ഞിടാം. ധർമ്മജാതികളുടെ വാർത്ത കേട്ടിടുന്നല്ലേ നിർമ്മലൻ നിഖില ലോകൈക നായകൻ കൃഷ്ണൻ. കാൾത്തളിരിണയുള്ളിൽ ചേർത്തുകൊണ്ടിരിപ്പവർ കാർത്തികൾ അശേഷവും തീർത്തു മംഗലം നൽകി കാത്തുകൊണ്ടവിരതം കാൾത്തളിരിണയോടു ചേർത്തുകൊള്ളുന്ന വിഷ്ണുമൂർത്തി താൻ മനുഷ്യനായി. ധാത്രീതൻ ഭാരം തീർപ്പാൻ ധാത്രിയിൽ പിറന്നവൻ നേത്രഗോചരനായിഷ്ടാസ്ഥയാ പാണ്ഡവന്മാർ പാർത്തു നിന്നെതിരേറ്റു പാദ്യവും നൽകി പിന്നെ ഗാത്രങ്ങൾ തോറും നന്നായി ചേർത്തു സന്താപം തീർത്തു. മാർത്താണ്ഡൻ തന്നെ കണ്ട പത്മങ്ങളെന്ന പോലെ പാർത്ഥന്മാരുടെ മുഖമേറ്റവും തെളിഞ്ഞുതേ. ശ്രോത്രവും കുളിർത്തിതങ്ങ് അന്യോന്യ സല്ലാപത്താൽ വാസ്തവമായിട്ടുള്ള വാർത്തയും കേട്ട ശേഷം പാർത്ഥന്മാർ പാഞ്ചാലനും മത്സ്യനും മുകുന്ദനും പേർത്തുമങ്ങോരോ കാര്യം പാർത്തു. പാർത്തെല്ലാരുമായി ഓർത്തു കൽപ്പിച്ചാരിനി പാർത്തിരിയാതെ കണ്ടു പാർത്തലം തന്നിൽ നമ്മെ കൂറുള്ളോരറിയണം. ബന്ധുഭൂപാലന്മാരോടവസ്ഥ അറിയിപ്പാൻ കുന്തി നന്ദനൻ ദൂതന്മാരെ അയച്ചുതേ. സന്തതം ചിന്തിപ്പവർ സന്താപം കളയുന്ന ബന്ധുവാം കൃഷ്ണൻ താനും ദ്വാരകയ്ക്കെഴുന്നള്ളി. കൗരവപാർത്ഥന്മാരുടെ ഭഗവത്വരണം. മാർത്താണ്ഡാത്മജസുതൻ തമ്പിമാരോടും കൂടെ പേർത്തു ചിന്തിച്ച നേരം തോന്നിയതങ്ങൊരു കാര്യം. ധാർത്തരാഷ്ട്രന്മാരോടു പോർ തുടങ്ങിയിൽ കൃഷ്ണമൂർത്തിയെ നമുക്കൊരു ബന്ധുവായി വരിക്കണം. ധാർത്തരാഷ്ട്രൻ ഓർത്താൻ അക്കാലം എനിക്കിപ്പോൾ പാർത്ഥന്മാരോട് യുദ്ധം വേണ്ടുകിൽ കൃഷ്ണൻ തന്നെ പാർത്തിരിയാതെ മുൻപേ ബന്ധുവായി കൊള്ളുക വേണം. പാർത്ഥിവേന്ദ്രന്മാരോർത്തതറിഞ്ഞു കൃഷ്ണൻ മുമ്പേ. ധാർത്തരാഷ്ട്രനും വരും പാർത്ഥനും വരുമിപ്പോൾ ആസ്തയാ പടയ്ക്കെന്നെ കൊണ്ടുപോവതിൽ അർജുനൻ വരും മുമ്പേ വന്നിടും സുയോധനൻ ഇജ്ജനത്തിനു കൂടെ പോമെന്നും വരുമല്ലോ. ആചാരം മുൻപിൽ ക്ഷണിക്കുന്നവരോടുകൂടി